ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ വന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് വാഹനാപകടത്തിൽ 4 ആൺമക്കൾ, 5 വയസ്സും 8 വയസ്സും 12 വയസ്സൊക്കെയുള്ള 4 ആൺമക്കൾ മരണപ്പെട്ടു പോയൊരു വാർത്ത അല്ലേ. ശരിക്കും ആ ന്യൂസ് കാണുന്ന ഒരാളെ ഹൃദയം പോലും ഒന്ന് പൊട്ടാതിരുന്നിട്ടില്ല. ഒരാളെ ഹൃദയത്തിൽ പോലും ഒരു വേദന ഇല്ലാതിരുന്നിട്ടില്ല. അവരെ ബന്ധുക്കളല്ലാത്തവരും ബന്ധുക്കൾ ആയിട്ടുള്ളവരും അവരെ മനസ്സൊക്കെ ഒന്ന് നേറിയിട്ടുണ്ടാവും അല്ലേ. ഈ പറയുന്ന ഞാനടക്കം ആ ഒരു വാർത്ത കണ്ട സമയത്ത്, ഞാൻ കണ്ടത് ആ സമയത്ത് നമ്മളെപ്പോലെയുള്ള ഞങ്ങളെ മുന്നിൽ വളരുന്ന മക്കളെ പോലെ ആണല്ലോ ആ മക്കളും. ഈ ലോകം നല്ല രീതിയിൽ കാണുന്നതിന് മുമ്പേ, ജീവിച്ച് കൊതിതീരുന്ന മുമ്പേ ഒരു അപകടത്തിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോവുകയാണ്, അതും സ്വന്തം മാതാപിതാക്കളും മുന്നിൽ വെച്ച്. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും മക്കളെ സ്നേഹിക്കുന്ന ഒരു പേരൻസിനും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എന്നിട്ടും ആ പിതാവ് വീൽ ചെയറിൽ വന്നിട്ട് മക്കൾ അവസാനമായൊരു നോക്ക് കാണാണ്. ഇതൊന്നും അറിയാതെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന മാതാവ്, ഒരു പെങ്ങള്. നമ്മളൊക്കെ ഒരു നിമിഷം നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മുന്നിൽ വെച്ച് നമ്മളെ മക്കളെ പറിച്ചു കൊണ്ടുപോവുക. വെക്കേഷൻ അവധി ആസ്വദിക്കാൻ വേണ്ടി പോയതാണ് മക്കൾ. വിളിക്കുത്തരം നൽകി, റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി ആരുടെ മണ്ണിലേക്കുള്ള യാത്ര. അവരാരെങ്കിലും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുക, ഈ ഒരു യാത്ര അവസാനത്തെ ഒരു യാത്രയാണ്, നമ്മളെ മക്കളെ കൂടെയുള്ള ഒരു സമയം അവസാനത്തെ മണിക്കൂറുകളും സെക്കൻഡുകളും മിനിറ്റുകളുമായിരിക്കുന്നു കരുതിയിട്ടുണ്ടാവുക? ഒരിക്കലും ഇല്ല അല്ലേ. അങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത് ഒരു കമൻറ്റ് ഫേസ്ബുക്കിലൂടെ കാണുണ്ടായി. ഞാൻ ആ ഒരു കമൻറ്റ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. പന്നി ഉണ്ടാക്കും പോലെ, അതായത് പന്നി എന്നൊരു മൃഗം ഉണ്ടാക്കുന്നത് പോലെ കുറേ മക്കളങ്ങനെ ഉണ്ടാക്കി. അവർ പോയാൽ എന്താ, ഇനിയും അടുത്തത് ഉണ്ടാക്കിക്കൂടെ, അടുത്ത മക്കളെ ഉണ്ടാക്കിക്കൂടെ എന്നാണ് ആ ഒരു വൃത്തികെട്ട, ഒരു മനസാക്ഷിയുമില്ലാത്ത ആ ജന്തു ഇട്ട കമൻറ്റ്. എടോ, മനുഷ്യനായിട്ട് നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം ചുവപ്പ് കളറാണ് എന്ന് പറഞ്ഞിട്ടോ, നമുക്കൊരുപാട് സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, നമ്മൾ ഭയങ്കര ഫെയിമാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മുടെ ഉള്ളിലൊരു മനുഷ്യത്വം അതില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എത്ര സമ്പാദിച്ചിട്ടും എന്താണ് അർത്ഥമുള്ളത്? ഒരർത്ഥവുമില്ല. നമുക്ക് നമ്മളെ ചുറ്റിലുമുള്ളവരെ മനസ്സിലാക്കാനും അവരെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരുമാറാനുമുള്ള കഴിവ് നിനക്കുണ്ടാ, അതാണ് നിൻ്റെ വിജയം. അല്ലാതെ അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന ന്യൂസ് കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ വളരെ വൾഗറായിട്ട് മെസ്സേജോ അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്നവരല്ല ഒരു മനുഷ്യൻ. ഒരു പക്ഷെ നിൻ്റെ ആ കമൻറ്റ് കാണുമ്പോൾ അതിന് ലൈക്ക് ഇടാനോ അതിന് നല്ല രീതിയിൽ കമൻറ്റ് ഇടാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നീ ചെയ്ത പ്രവൃത്തിയായിരിക്കും. പക്ഷെ എന്തിരുന്നാലും കൂടി അവിടെ നമ്മളൊരു മനുഷ്യനാണ് എന്നുള്ളത് ചിന്തിക്കണം. എത്രയോ മക്കളില്ലാതെ ട്രീറ്റ്മെൻറ്റായിട്ടും വഴിപാടായിട്ടും നേർച്ചയായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. മക്കളില്ലാതെ കുത്തുവാക്ക് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. നീ മച്ചിയാണ്, അല്ലെങ്കിൽ നിനക്കൊരു സന്താനഭാഗ്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും നേറുന്ന ഒരുപാട് സ്ത്രീകൾ, അതേപോലെ തന്നെ പുരുഷന്മാർ ഈ സൊസൈറ്റിയിലുണ്ട്. അവരെയൊക്കെ നോക്കുമ്പോൾ മക്കളെ നോക്കാനുള്ള കഴിവും സമ്പത്തും ഉള്ള ഒരു മാതാപിതാക്കൾ മക്കളെ ഈ ഭൂമിയിൽ ജനിക്കാൻ അവർ കാരണക്കാരാവുന്നുണ്ടെങ്കിൽ അതിലെന്താണോ തെറ്റുള്ളത്? ഒരു തെറ്റും ഇല്ല. കുറേ പേര് പറയുന്നേക്കാം മക്കളുണ്ടാക്കിയാൽ പോരാ, അവരെ നല്ല രീതിയിൽ നോക്കാനും കൂടെ പഠിക്കണമെന്ന്. അങ്ങനെ നോക്കാൻ കഴിയാത്തവരല്ല ഈ പേരൻസ്, ഈ 4